ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിച്ചു സുധി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിച്ചു പറഞ്ഞൊരു കാര്യം, ഞാനിതിനെ പറ്റിയൊന്നും എങ്ങും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ പറയുന്നൊരു അവരെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ഒരു വീട് വെച്ച് തന്നതിനും അതുപോലെ തന്നെ ആ ഒരു സ്ഥലം തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് മാത്രം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ കേസ് വന്ന സമയത്ത് എൻ്റെ പേരിലും അതുപോലെ തന്നെ അമ്മയുടെ പേരിലുമാണ് കൊടുത്തേക്കുന്നത്. ഞാൻ എന്താണ് ഇതിൽ പിഴച്ചത്? എൻ്റെ പേരെന്തിനാണ് എടുത്ത് ഇതിലേക്ക് ഇട്ടത്? ഞാനിപ്പോൾ കൊല്ലത്താണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്നെ എന്തിനാണ് പിടിച്ച് വലിച്ചിടുന്നതെന്നൊക്കെ ഉള്ള കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും തന്നെ ബിഷപ്പിനെ പറ്റി നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ പേര് വെച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് നിങ്ങളിലേക്ക് അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെപ്പറ്റി രേണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ, ഈ കേസിനെ പറ്റി രേണുവിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് രേണു പറയുന്ന ഒരു കാര്യം, അത് കുഴപ്പമൊന്നുമില്ല, നോക്കാവുന്ന കാര്യമേ ഉള്ളൂ, പിന്നെ അത് ആർക്കാണോ തിരിച്ചു കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിഷപ്പ് 7 ദിവസം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ കേസുമായിട്ട് ഇനി മുമ്പോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ് ബിഷപ്പ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്.